നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ബംഗാൾ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. പതിവ് പോലെ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലാണ് പോരാട്ടം. റേഷൻ അഴിമതി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾക്കിടെ ഉണ്ടായ ആക്രമണങ്ങളും തൃണമൂൽ നേതാവ് വെടിയേറ്റ് മരിച്ചതുമായ സംഭവങ്ങളാണ് ബംഗാളിൽ പുതിയ പോരിന് കളമൊരുക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഷാജഹാൻ ഷെയ്ഖിൻ്റെയും ശങ്കറാദ്യയുടെയും വീടുകളിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇഡിക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരെ വധിക്കുന്നതിനായി ആസൂത്രിതമായി നടത്തിയ ആക്രമണമെന്നാണ് ഇഡിയുടെ ആരോപണം. ഇഡിക്കെതിരായുള്ള ആക്രമണ സംഭവം ഗൗരവമേറിയതായതിനാൽ തൃണമൂൽ സർക്കാരിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗവർണർ CV ആനന്ദ ബോസ് മുതിരുന്നത്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് അദ്ദേഹം പരസ്യമായി രംഗത്തെത്തി. ഇഡിക്കെതിരായുള്ള ആക്രമണങ്ങൾ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നതിൻ്റെ തെളിവാണ്. ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. ഇതിന് പിന്നാലെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമത്തിന്മേലുള്ള നടപടികളിൽ റിപ്പോർട്ട് തേടിയ ഗവർണർ പ്രതിയായ ഷാജഹാൻ ഷെയ്ഖിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. സംഭവത്തിന് പിന്നാലെ ഇഡി CRPF ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഗവർണർ പോലീസ് മേധാവിക്ക് അസാധാരണ നിർദ്ദേശം നൽകിയത്. ഷാജഹാൻ ഷെയ്ഖ് രാജ്യം വിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അസാധാരണ സംഭവങ്ങളിൽ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ വകുപ്പ് സെക്രട്ടറിമാരെയോ വിളിച്ചു വരുത്തി വിശദീകരണം തേടുന്നതിന് പകരം ഗവർണർ നേരിട്ട് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതാണിപ്പോൾ പുതിയ വിവാദത്തിലായിരിക്കുന്നത്. എന്നാൽ ആക്രമണ കേസിലെ പ്രധാന പ്രതി ഷാജഹാൻ ഷെയ്ഖ് ബംഗ്ലാദേശിലേക്ക് കടന്നതായും ഇയാൾക്ക് ഭീകരബന്ധമുണ്ടെന്നും പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് രാജ്ഭവൻ ആരോപിക്കുന്നു. അതിനിടെ ഇഡിയുടെ ആക്ടിംഗ് ഡയറക്ടർ രാഹുൽ നവീൻ അടിയന്തരമായി കൊൽക്കത്തയിലെത്തി ആനന്ദ ബോസുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJPയും കോൺഗ്രസും ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ തള്ളിപ്പറഞ്ഞതോടെ ആവശ്യം അടഞ്ഞമട്ടായി. രാഷ്ട്രപതി ഭരണം കോൺഗ്രസിന്റെ ദേശീയ നയമല്ലെന്നാണ് ബംഗാൾ PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയുടെ ആവശ്യം തള്ളിക്കൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിലപാട് വ്യക്തമാക്കിയത്.